ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിങ് ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻറ്റ് എനർജിയാണ്. ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒരാളുടെ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. ആരാന്ന് ഞാൻ പറയുന്നില്ല. പേഴ്സൺ വരുന്നു എന്ന് പറയുന്നു, എപ്പോഴും പറയുന്നു, ഇതുവരെയൊക്കെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ല കേട്ടോ അവർ മെസ്സേജ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഒരു പ്രണയമല്ല, അതിൽ കൂടുതൽ പ്രണയമുണ്ടെന്ന്. 2 വ്യക്തികളുണ്ടെന്ന് പറയുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇതിന് നമ്മൾ പ്രണയം എന്നാണോ വിളിക്കുക? ഒരു ചോദ്യമാണ്, ആ വ്യക്തിയോടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ റീഡിംഗ് എടുക്കുന്നത് അത്രയേറെ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, സോൾമേറ്റ് കണക്ഷൻ ആണോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു സ്റ്റക്ക് എനർജി ആണെങ്കിൽ ആ ഒരു സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് അവരെത്തുമെന്നുള്ള പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഞാൻ വെറും ഒരു റീഡർ മാത്രമാണ്. കാർഡ്സിൽ കാണുന്ന കാര്യം റീഡിങ്ങിൽ പറയുന്നു. ഇയാൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇയാൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമോ? ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്രണയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 2 വ്യക്തികളുണ്ടെന്ന് പറഞ്ഞല്ലോ. പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ട് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ 2 വ്യക്തികളുടെ എനർജിയുമായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആരെങ്കിലും വരുമോ നോക്കാം. ഇനി 2 അല്ല അതിൽ കൂടുതൽ പ്രണയം ഉണ്ടെങ്കിൽ അവരുടെയും നോക്കാം. ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയുക? ഒത്തിരി പേര് പേഴ്സണൽ റീഡിങ് വന്നിട്ടുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പ് മാത്രമല്ല നോക്കുന്നത്, കരിയർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓരോരോ കാര്യങ്ങൾ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സാധിച്ച ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറും ഒരു റീഡർ മാത്രമാണ്. എന്നിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റീഡിങ്ങിന് വന്നവർക്കറിയാം അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയിട്ടുമുണ്ട്. അത് പ്രപഞ്ചശക്തിയുടെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഇനിയും റീഡിങ്ങിൽ വിശ്വാസമുള്ളവർക്ക് ഈ റീഡിങ് കാണാം. നമ്മൾ റീഡിങ് എടുക്കുന്നത് അന്നന്നത്തെ എനർജിയാണ്. അന്ന് കാർഡ്സിൽ എന്താണോ കിട്ടുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. റീഡിങ് എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ നിങ്ങളുടെ ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാം? ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് കാണുന്നതാണ്. ഇതിൽ ആർക്കൊക്കെ വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട്. ശരി, അപ്പോൾ ആ ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എനിക്ക് അവർ മെസ്സേജ് ചെയ്തുകൊണ്ടോ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അവരിങ്ങനെ കമൻസ് ഇട്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരാൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് കൊണ്ടൊന്നും തളർന്നു പോകുന്ന ആളൊന്നുമില്ല ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേർക്ക് ആശ്വാസമായി മാറിയിട്ടുണ്ട് എൻ്റെ റീഡിങ്. അപ്പോൾ എന്നെ നിലർത്തിക്കൊണ്ട് പോകുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിങ് നോക്കുന്നത്. നമ്മൾ ആർക്കും ഒരു ദോഷമായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ആശ്വാസമായി മാറുന്നു എന്നുള്ളൂ. ഓക്കെ, ആദ്യം നമ്മൾ ഓറക്കിൾ ഡെക്കാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇൻ ഡെപ്ത് ആദ്യത്തെ കാർഡാണ്. ഇൻ ഡെപ്ത് നീഡ്സ് ടെൻഡിങ്. Coming around, burning bright, first blush, power balance, beyond compare,
ഞാൻ നിങ്ങളുടെ അടുത്ത് റീഡിങ് എടുക്കുമ്പോൾ പോലും ഒത്തിരി മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ആവാം കേട്ടോ. കോൾസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുകയാണെങ്കിലും ബ്രേക്കായി പോവും. നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് നമുക്ക് തരുന്ന മെസ്സേജ് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് ഓരോ സയൻസിലൂടെ കാണിച്ചു തരും, ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരും. നെഗറ്റീവ് ചിന്തകൾക്കൂടെ സ്ഥാനമില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തവർക്ക് വന്നിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ് വന്ന് ഒത്തിരി പേർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ യൂണിവേഴ്സിനെ സാക്ഷിയാക്കി പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാണ്. കണക്റ്റിംഗ് ഓൺ എ ഡീപ്പർ ലെവൽ ഓർ കോംപ്ലക്സ് ഫീലിങ്സ്, ഹേർട്ട് ഫെൽറ്റ്, കൺവൊല്യൂറ്റഡ്. ആഴത്തിലുള്ള തരത്തിലോ സങ്കീർണമായ വികാരത്തിലോ ബന്ധിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള ഡീപ്പ് കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് തന്നെ അടിമപ്പെട്ടു പോകുന്നു. ആഴമേറിയ ആ ഒരു ഫീലിങ്സിനെ തന്നെയാണ് ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടും നിങ്ങൾക്ക് അവരോടും തോന്നുന്ന ഫീലിങ്സ് ഒരുപോലെയാണ്, ആഴത്തിൽ ഉള്ളതാണ്. Needs tending. Pay more attention to your love life to get results. Nourish. Dating. Respond. നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത്. അവിടെ വിജയം നേടൂ എന്നാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ലെറ്റിംഗ് ഗോ സിറ്റുവേഷനിലാണെന്ന് പറയുന്നു. കുറേ പേരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് തിങ്കിങ് ചെയ്യുക, അവിടെയാണ് വിജയമെന്ന് പറയുന്നു. അപ്പോൾ ആ പ്രണയത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നത്. Coming around, hoping for another chance and waiting to try again. Regrets, reconciling. ഇവിടെ നിങ്ങൾക്കുള്ള മറ്റൊരു അവസരത്തെയാണ് കാണിക്കുന്നത്. വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ശ്രമിക്കാന്ന് പറഞ്ഞാൽ ചേസ് ചെയ്ത് പോവല്ല വേണ്ടത്. പ്രപഞ്ചത്തോട് ചോദിച്ചാൽ മതി, പ്രപഞ്ചം തരും, ഉറപ്പാണ്. ബേണിംഗ് ബ്രൈറ്റ്സ്. സ്റ്റോക്ക് പേഷ്യൻറ്റ് ടു കീപ് ദ ഫ്ലെയിം ഓഫ് ലവ് അലൈവ്. ഇൻറ്റിമസി, സ്പാർക്സ്, വാംത്ത്. സ്നേഹത്തിൻ്റെ ജ്വാല നിലനിർത്താനായിട്ട്, ആ ഒരു തീവ്രത നിലനിർത്താനായിട്ട് സ്റ്റോക്ക് ചെയ്യാനാണ് പറയണേ. അവരുടെ ഓർമ്മകൾ അവരത്ര കണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഫസ്റ്റ് ബ്ലഷ്. സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് അഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. ജെന്റിൽ, റൊമാൻസ്, ടെൻഡർ. ഇവിടെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ സംഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ മൃദുലമായ മന്ത്രിപ്പുകൾ പ്രണയത്തെ ഉണർത്തുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നു. അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ അവർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്ര തീവ്രമാവാൻ പോകുന്നു. പവർ ബാലൻസ്. ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. ഇക്വാലിറ്റി, റെസ്പെക്റ്റ്, കെയർ. ഇവിടെ ഈ ബന്ധത്തിൽ പരസ്പര ബഹുമാനവും പങ്കിട്ട നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യം അവർ ഓർത്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരണം. ആ ഒരു ബാലൻസ് എങ്ങനെ വരണം? ഇവിടെ എന്താണ് വേണ്ടത്? തുല്യത വേണം, റെസ്പെക്റ്റ് വേണം, കെയർ വേണം. അത് നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ പോവുകയാണ്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണ്.
നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ബിയോണ്ട് കമ്പയർ, കമ്പയറിംഗ് ന്യൂ പാർട്ട്നേഴ്സ് ടു പാസ്റ്റ് എക്സ്പീരിയൻസ്. ഫ്രഷ് ടേക്ക്, ബെറ്റർ ടൈംസ്. എല്ലാവർക്കും എന്നല്ല പറയുന്നേ, കുറച്ച് പേർക്ക് പുതിയ പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവരെ മുൻകാല പേഴ്സണുമായിട്ട്, നിങ്ങളിന്ന് മാറി നിൽക്കുന്ന പേഴ്സണുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പുതിയ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവാം. അവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്, അവരെന്താണ് എന്നുള്ളത്. എല്ലാവർക്കും എല്ലാവരും പറയുന്നേ, ഇതൊരു ജനറൽ റീഡിംഗ് ആണല്ലോ. വിഷ് ഗ്രാൻറ്റഡ്. ഞാൻ ഒരു കാർഡ് കൂടി നിന്ന് എടുത്ത് നോക്കിയതാണ്, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കിയതാണ്. ഇറ്റ് ബിക്കംസ് എ വെരിറ്റബിൾ വെൻ യു മേക്ക് ഇറ്റ് റിയൽ. മാജിക് എവേർട്ട് റിസൾട്ട്. നിങ്ങളുടെ പ്രണയം യാഥാർത്ഥ്യമാവാൻ പോവാണ്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഒരു പഴങ്കഥയായിട്ട് മാറുകയാണ്. ആ ഒരു കാര്യത്തെ മറക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം എന്താണോ ആ ഒരു കാര്യത്തെ മറക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാജിക് അതിനെ കാണുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ടിനെ കാണുക. ആ റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ, അവരോടുള്ള പ്രണയം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ വിഷ് ഗ്രാൻറ്റഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരികയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് ഒരക്കൽ ഡെക്ക് ടൈം കാർഡ് എടുക്കുന്നുള്ളൂ. On date 3/12/21/30 of this or next month, take your teachers or gurus blessings. ഈ ദിവസങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഗുരുവിൽ നിന്നുള്ള അനുഗ്രഹത്താൽ നടക്കുമെന്നാണ്. അവിടെ അനുഗ്രഹമുണ്ടെന്നാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഗുരു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് തന്നെ ആയിരിക്കാം. In 22 days, രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇൻ 29 ഡേയ്സും അപ് ടു നെക്സ്റ്റ് ജാനുവരി. ഇപ്പോൾ ഒരു മാസം തന്നെയുള്ളൂ കേട്ടോ. എല്ലാം ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ്. ഡിസംബർ മാസമായി. 2026 നിങ്ങൾക്കുള്ള മാസമാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ സാധിക്കും. ഓക്കെ, ഞാൻ ഒരു 3 കാർഡ് കൂടി എടുക്കാം. എന്താ, ഇനി ടാരോ കാർഡ് എടുക്കാതെ ആർക്കും വിഷമം വേണ്ട. നിംസ് നിങ്ങളിലൊരാളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. 9 of Wands കാർഡാണ്. Nine of Cups ആണ്. 9ന്റെ എനർജിയാണ് 2 കാർഡ് കിട്ടിയിട്ടുള്ളത്. 9. Six of Swords കാർഡാണ്. നോക്കാം, പോസിറ്റീവായിട്ട് മാത്രമേ തിങ്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആദ്യത്തെ 9 of Wands കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ വാൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ഷനെയാണ് കാണിക്കുന്നത്, അവരിലെ ഡിസിഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ടാരോ കാർഡിലൂടെ നോക്കുന്നത്. ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ലൈഫിലെ ഫൈനൽ പുഷിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ഉറച്ച തീരുമാനത്തെയാണ്. അവർക്ക് മോട്ടിവേഷൻ ലഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ അവരിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവരവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ ബന്ധത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്.
ഇവിടെ 9 ഓഫ് കപ്സ് കാർഡാണ്. കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷനെയാണ് കാണിക്കുന്നത്, അവരുടെ ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ സ്വപ്നം നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് പോലെ തരാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. ഈ ബന്ധത്തിൽ പുരോഗതി തന്നെയാണ് കാണിക്കുന്നത്, അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു. അത്രയേറെ ഇമോഷൻസാണ്, അത്രയേറെ നിങ്ങളോട് ഫീലിങ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. 6 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ട്രാൻസിഷനെയാണ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഹെൽപ്പിനെ യൂണിവേഴ്സ് പറയുന്നു. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈമാണ്. ഇവിടെ ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പേഴ്സണലായിട്ടുള്ള അച്ചീവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നേടാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്പിരിച്വൽ ട്രാൻസിഷനാണ് ഇവിടെ നടക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കത്തെ കാണിക്കുന്നു, മാറ്റത്തെ കാണിക്കുന്നു. ഇവിടെ ഈ ഒരു സമയം കടന്നു പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വേദനിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരികയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാൽ അവരത്രയേറെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളായിരിക്കാം പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് ഓര ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളിലേക്ക് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. ഇവിടെ 7 ചക്ര മെഡിറ്റേഷൻ ഉണ്ട്. 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 7 ചക്രാസ് അത് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ കാര്യങ്ങൾ സാധിക്കാത്തവർക്കാണ് പറയുന്നത് ചെയ്യുക. റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം വോയിസ് കുറച്ച് ഇഷ്യൂ ഉണ്ട്, കുറച്ച് റീഡിങ്സും ഉണ്ട്. ഓക്കെ, ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.